ഹായ് ഫ്രണ്ട്സ്, ലാഭം തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡീറ്റെയിലിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ താങ്കളുടെ ജീവിതത്തിലും പ്രയോജനപ്പെടട്ടെ എന്നുള്ള ഒരു വലിയൊരു കൺസേണിലാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ വീഡിയോസ് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, താങ്കൾക്കറിയാവുമല്ലോ, ഞാൻ ബേസിക്കലി ഒരു ക്വാർട്ടർ മുതൽ ആ ക്വാർട്ടർ തീരുന്ന ലെവൽ വരെയുള്ള ആ 90 ഡേയ്സ് മാത്രം ട്രേഡ്സിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ആദ്യം ചെയ്യുന്ന ട്രേഡ് റിസൾട്ടിൻ്റെ ബേസിൽ നല്ല റിസൾട്ട് എന്ന സ്റ്റോക്കുകളിൽ നല്ല പ്രൈസ് ആക്ഷൻ, പ്രൈസ് പോയിൻറ്റ്സ് വരുമ്പോൾ ചെയ്യുന്ന വിത്തിൻ ഒരു 45 ഡേയ്സ്, 60, 90 ഡേയ്സ് വരെ പുഷ് ചെയ്യാവുന്ന ട്രേഡ്സ്, ഇതിനെ പറയുന്നത് ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെസ്റ്റിനി എന്ന് പറയുന്ന പാറ്റേൺസ്. ഈ പാറ്റേൺ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത പാറ്റേൺസും ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത സ്ട്രക്ചറുമാണ്. ഇതിൻ്റെ പുറത്ത് ഒരു 10 ഡേയ്സ് ട്രേഡ്, രണ്ടാമത്തെ ട്രേഡ്. മൂന്നാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് ബേസിക്കലി റിസൾട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള 15 ഡേയ്സിലാണ് മാർക്കറ്റിൽ ലീഡർഷിപ്പ് ചേഞ്ച് വരുന്നത്. കയറാൻ കിടക്കുന്ന പല സ്റ്റോക്കുകളും ആ സമയത്ത് കയറുന്നത് കാണാം. ദാറ്റ് മീൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റോക്കുകൾക്കൊക്കെ കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ആ റിസൾട്ട് വരുന്ന ആ ക്വാർട്ടറിൽ എന്തെങ്കിലും പ്രത്യേകത കൊണ്ട് വീക്ക് റിസൾട്ട് വന്നതിന് ശേഷം പ്രോഗ്രസീവായിട്ടുള്ള ബെസ്റ്റ് റിസൾട്ടായിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനത്തെ സ്റ്റോക്കുകളിൽ നല്ല ബൈ വരും. ശരിക്കും അങ്ങനത്തെ സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമാണ്. ഈ സ്റ്റോക്കുകളൊക്കെ ഒരു 15 ടു റിസൾട്ട് വരുന്നവരെ നോർമൽ കേസിൽ നമ്മുടെ ക്യാച്ച് കറക്റ്റാണ് എങ്കിൽ മാത്രം നോർമൽ കേസിൽ ഒരു 30% റിട്ടേൺ കൊടുക്കും ഓവർ എ പീരീഡ് ഓഫ് ഒരു മാസം, 1.5 മാസം കൊണ്ട്. ഇങ്ങനത്തെ സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുക ശ്രമകരമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ശ്രമിക്കണം, മനസ്സിലാക്കണം. എടുത്തു പറയുന്നു, കഴിഞ്ഞ കൊല്ലം ആ ക്വാർട്ടറിൽ വീക്കായി പോയ സ്റ്റോക്ക്, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വീക്കായി പോയ സ്റ്റോക്ക്, അത് കഴിഞ്ഞുള്ള ബാക്കി റിസൾട്ട്സിലൊക്കെ ബെസ്റ്റാണ്. അങ്ങനത്തെ സ്റ്റോക്കുകൾ ആ വീക്ക്നെസ് വലിയ വീക്ക്നെസ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് വരുന്ന പ്രോഗ്രസ് റിസൾട്ട്സൊക്കെ ബെസ്റ്റ് ആയതുകൊണ്ട് ഇത്തവണയും വരാൻ പോകുന്ന റിസൾട്ട് ഫാ ബെറ്റർ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ അങ്ങനത്തെ സ്റ്റോക്കുകളെ ക്യാച്ച് ചെയ്യുന്നത്. ഈ 3 ടൈപ്പ് ട്രേഡ്സാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്ന ഷോർട്ട് സ്വിംഗ് ട്രേഡിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, ഞാൻ എങ്ങനെയാണ് സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് പറഞ്ഞുതരാം. ട്രേഡ് ചെയ്യുന്നതല്ല, സ്റ്റോക്ക് സെലക്ഷനാണ് പറയുന്നത്. സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബേസിക്കലി ഷോർട്ട് സ്വിംഗ് ട്രേഡിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ റിസൾട്ട് വന്ന അന്ന് തന്നെ സാധാരണ റിസൾട്ട് സീസൺ തുടങ്ങുന്നത് വളരെ മന്ദഗതിയിലായിരിക്കും. മന്ദഗതിയിൽ തുടങ്ങി ഒരു 10 ഡേയ്സ് കഴിഞ്ഞ് പതുക്കെ പേസ് അപ്പ് ചെയ്യും. പിന്നെ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ പല ദിവസം 400 സ്റ്റോക്ക്, 500 സ്റ്റോക്ക് റിസൾട്ടിലേക്ക് കടക്കും ശരിക്കും. ഇപ്പോൾ ആദ്യത്തെ ഒരു 10 ഡേയ്സൊക്കെ ഒരു 2 സ്റ്റോക്ക്, 3 സ്റ്റോക്ക്, 5 സ്റ്റോക്ക്. ബേസിക്കലി ഞാൻ സ്മോൾ ക്യാപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യം, എൻ്റെ ഡൊമൈൻ എപ്പോഴും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും മാത്രമേ ഉള്ളൂ, ആബ്സലൂട്ട്ലി നോ ലാർജ് ക്യാപ്പ്. അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും 1 സ്റ്റോക്ക്, 2 സ്റ്റോക്ക്, 3 സ്റ്റോക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു 10 ഡേയ്സ് കഴിയുമ്പം നമ്പർ ഓഫ് സ്റ്റോക്ക് റിസൾട്ട് വരുന്ന നമ്പർ സ്റ്റോക്കിലാണ് ഒരു 40-50 മാറി തുടങ്ങും. ഞാൻ സാധാരണ ചെയ്യുന്നത് റിസൾട്ട് വരുന്ന അന്ന് തന്നെ ആ റിസൾട്ടിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്? വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡേറ്റാ പോയിൻറ്റ്സ്, ബേസിക്കലി അഡ്വാൻസ് ഫണ്ട് അനാലിസിസ്, ബേസിക്കലി ബിസിനസ് ഫണ്ട് അനാലിസിസിൻ്റെ ബേസിലാണ് അനലൈസ് ചെയ്യുന്നത്. വാല്യുവേഷൻ എന്നെ സംബന്ധിച്ച് അത്ര വലിയൊരു ഫാക്ടറൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് ബേസിക്കലി പെഗ് റേഷ്യോ എന്താണ്, എങ്ങനെയാണ് കടം മാനേജ് ചെയ്യുന്നത്, എന്താണ് കടമുള്ളത്, ആ കടത്തിനെ സെർവ് ചെയ്യാനായിട്ടല്ല, ആ കടത്തിനെ മാനേജ് ചെയ്യാനായിട്ട് തന്നെ കല്ലും ബെറ്ററായിട്ടുള്ള ROC ഉണ്ട് കമ്പനിക്ക്. അതുപോലെ തന്നെ കമ്പനിക്ക് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ROCയിലേക്ക് ആ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ടോ, അത് റവന്യൂയിലേക്ക് ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ പുറത്തുള്ള എങ്ങനെയാണ് റിസൾട്ട്, കഴിഞ്ഞ കൊല്ലമായിട്ട് എന്ത് പ്രോഗ്രസ് വന്നു റിസൾട്ടിൽ, EPSൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു, എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ശരിക്കും കമ്പനിയെ സംബന്ധിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇബിറ്റാമിക്സ് എന്താണ്, മാനേജ്മെൻറ്റ് ഗൈഡൻസ് എന്താണ്, ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം, റിസൾട്ട് വന്നു, ഫൈൻ, നല്ല റിസൾട്ട്, ഫൈൻ, ഫാൻറ്റാസ്റ്റിക്. പക്ഷേ അതൊരു പാസ്റ്റാണ് കാണിക്കുന്നത്. ഇത് തന്നെ ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ആ ഉറപ്പിൻ്റെ പേരാണ് മാനേജ്മെൻറ്റ് ഗൈഡൻസ്. ആക്ച്വലി റിസൾട്ട് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല. മാനേജ്മെൻറ്റ് ഗൈഡൻസ് എപ്പോഴും ബെസ്റ്റ് ആയാൽ മാത്രമേ ഒരു സ്റ്റോക്കിൽ നമുക്ക് കൺവിക്ഷൻ വരത്തുള്ളൂ. എന്താണ് മാനേജ്മെൻറ്റ് ഗൈഡൻസ്? മാനേജ്മെൻറ്റ് ക്ലിയർ ആയിട്ട് സാധാരണ കേസിൽ റിസൾട്ട് വരുന്ന അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം മാനേജ്മെൻറ്റ് PPT കൊടുക്കും. PPT അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ കൊടുക്കും. ഓർഡർ ഇൻ ഹാൻഡ് കൊടുക്കും, ഓർഡർ കെട്ടാൻ സാധ്യതയുള്ള ഡീറ്റെയിൽ കൊടുക്കും, എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൊടുക്കും, എബിറ്റാമിക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൊടുക്കും. എന്തുകൊണ്ട് റിസൾട്ട് ബെസ്റ്റായി, ഈ ബെസ്റ്റിനെ ഒന്നുകൂടെ എങ്ങനെ ബെസ്റ്റ് ആക്കുക എന്നുള്ള കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള ആ പ്ലാൻസിനെ കുറിച്ചുള്ള ക്ലാരിറ്റി കൊടുക്കും. ഇതൊക്കെ ചേർന്നാണ് മാനേജ്മെൻറ്റ് ഗൈഡൻസ് എന്ന് പറയുന്നത്. ധാരാളം നല്ല കമ്പനികൾക്ക് PPT കൂടാതെ തന്നെ അവർ ഒരു കോൾ അറേഞ്ച് ചെയ്യും. വലിയ നല്ല മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ FIസും ഒക്കെ ആയിട്ടുള്ള കോൾ.
ഈ കോൺ കോൾ സാധാരണ ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് NSE തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്, നമുക്ക് യൂട്യൂബിൽ കിട്ടാറുണ്ട്. ഒരു സംതിങ് അറൗണ്ട് ഒരു 18 to 22 പേജസ് ആണ് ഇത് വരുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ കോൺ കോൾസും ഞാൻ സാധാരണ വായിച്ചു നോക്കാറുണ്ട്. പക്ഷേ 20 പേജ് വായിക്കത്തില്ല. ഞാൻ വായിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എനിക്ക് വേണ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ആൻസർ വേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ഉത്തരം മാത്രം വായിക്കും. അതാണ് എന്നെ സംബന്ധിച്ചുള്ള കൺവിക്ഷൻ. അങ്ങനെ ഓരോ ദിവസവും ഞാൻ എന്താ പറയണ്ടേ, റിസൾട്ടിൻ്റെ ഇത് പീക്കിലേക്ക് പോകും തോറും എൻ്റെ സൈഡിൽ നിന്നുള്ള എഫർട്ടും ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്പർ ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യും. അപ്പോൾ സെയിം ഡേ തന്നെ ഞാൻ കറക്റ്റ് എനിക്ക് താല്പര്യപ്പെട്ട റിസൾട്ട് തന്ന സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ വിത്തിൻ 24 hours. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത്, എക്സലൻറ്റ് മാനേജ്മെൻറ്റ് ഗൈഡൻസ് തന്ന സ്റ്റോക്കുകളെ ഞാൻ ടാഗ് ചെയ്യും. പർപ്പിൾ ടാഗ് ചെയ്യുന്ന സ്റ്റോക്കുകൾക്കെല്ലാം എക്സലൻറ്റ് റിസൾട്ട് ആയിരിക്കും, ഫെൻറ്റാസ്റ്റിക് മാനേജ്മെൻറ്റ് ഗൈഡൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ ക്ലാരിറ്റി ഫെൻറ്റാസ്റ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ എക്സലൻറ്റ് റിസൾട്ട് എന്ന സ്റ്റോക്കിൽ പക്ഷേ മാനേജ്മെൻറ്റ് ഗൈഡൻസ് ഇല്ല. എല്ലാ സ്റ്റോക്കിലും നമുക്ക് PPT പ്രതീക്ഷിക്കാൻ പാടില്ല, എല്ലാ സ്റ്റോക്കിലും നമുക്കൊരു മാനേജ്മെൻറ്റ് ഗൈഡൻസ് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ എന്താ പറയണ്ടേ, എക്സലൻറ്റ് റിസൾട്ട് വന്നു പക്ഷേ മാനേജ്മെൻറ്റ് ഗൈഡൻസ് ഇല്ലാത്ത സ്റ്റോക്കുകൾക്ക് ഞാൻ ബ്ലൂ ടാഗ് കൊടുക്കും. ആവറേജ് റിസൾട്ട് മാനേജ്മെൻറ്റ് ഗൈഡൻസ് വലുതായിട്ടൊന്നും ഇല്ലാത്തതിന് ഞാൻ സിയാൻ ടാഗ് കൊടുക്കും. കാരണം 3 ടാഗിലാണ് സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നത്. ഈ 3 ടാഗിൽ സെലക്ട് ചെയ്യുന്നത് മാത്രമല്ല, സെലക്ട് ചെയ്യുന്ന ഓരോ സ്റ്റോക്കുകളെയും അന്ന് തന്നെ സെലക്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ വിത്തിൻ 24 hours സെലക്ട് ചെയ്തിരിക്കും. അത് അൺകോംപ്രമൈസിങ് ആണ്. രണ്ടാമത്തെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാറില്ല. രണ്ടാമത്തെ ദിവസം മാറ്റി വയ്ക്കുന്ന കേസ് എങ്ങനത്തെ കേസാണ്, സപ്പോസ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മേ ബി വിത്തിൻ 3-4 days കഴിഞ്ഞിട്ടാണ് മാനേജ്മെൻറ്റ് ഒരു കോൺ കോൾ വിൽക്കുന്നെങ്കിൽ മാത്രമേ അങ്ങനത്തെ കേസിൽ ഒരു 2 days 3 days ഡിലേ വരാറുള്ളൂ. പക്ഷേ എന്നാൽ പോലും PPT കിട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയയിലേക്ക് കടക്കാൻ പറ്റും. ഈ ഐഡിയ ഒന്നുകൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും മാനേജ്മെൻറ്റ് ഗൈഡൻസിൻ്റെ പുറത്ത്, ദാറ്റ് മീൻസ് കോൺ കോളിൻ്റെ പുറത്ത് ഒന്നുകൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 ടാഗായിട്ട് തിരിക്കുന്ന സ്റ്റോക്കുകളെ സബ് സെക്ടറിൻ്റെ ബേസിൽ, ഞാൻ സെക്ടർ ബേസ്ഡ് അല്ല വർക്ക് ചെയ്യുന്നത്, ഞാൻ സബ് സെക്ടർ ബേസ്ഡ് ആണ്. സബ് സെക്ടറിൻ്റെ ബേസിൽ ഞാൻ നേരെ അതിൻ്റെ അണ്ടറിലേക്ക് മാറ്റി വയ്ക്കും ശരിക്കും. ഇതോടുകൂടി എന്താ പറയണ്ടേ, സെയിം ഡേ അല്ലെങ്കിൽ വിത്തിൻ 24 hours എൻ്റെ സ്റ്റോക്ക് സെലക്ഷനോടൊപ്പം തന്നെ പല കേസിലും എൻ്റെ ട്രേഡ്സും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഞാൻ ഒരിക്കലും ഒരു ബ്രേക്കപ്പ് ട്രേഡർ അല്ല, ഞാൻ എപ്പോഴും ഒരു പുൾ ബാക്ക് ട്രേഡറാണ്. സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നല്ല റിസൾട്ട് വന്നു, പക്ഷേ സ്റ്റോക്ക് നേരെ താഴെ പോയി. മാർക്കറ്റ് ഇത്തോണ്ട് ഇഷ്ടംപോലെ സംഭവിച്ച കാര്യമാണ്. നല്ല റിസൾട്ട് വന്നു, ഫസ്റ്റ് ക്യാൻഡിൽ സൂപ്പർവായി, പിന്നെ സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയി. ഇതും മാർക്കറ്റ് സംഭവിച്ച കാര്യമാണ്. നല്ല റിസൾട്ട് വന്നു, സ്റ്റോക്ക് ഒന്ന് കയറിയതിന് ശേഷം സ്റ്റോക്ക് പുൾ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കോൺട്രാക്ഷൻ ക്വാളിറ്റീസ് ഉണ്ട്. പല കോൺട്രാക്ഷൻ ക്വാളിറ്റീസും ബേസിക്കലി നമ്മൾ ഏറ്റവും പഠിക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് പഠിക്കേണ്ട ചില മോഡേൺ കൺസെപ്റ്റ്സ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ബലൂണിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും പൊസിഷൻ എൻട്രി എന്ന് പറയുന്ന കൺസെപ്റ്റ്, എങ്ങനെയാണ് നമ്മൾ പൊസിഷൻ എൻട്രി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അബ്സൊല്യൂട്ട് ക്യാൻഡിൽ എന്ന് പറയുന്ന സംഗതി നമ്മൾ കാണാൻ സാധിക്കുന്നത്, അബ്സൊല്യൂട്ട് ക്യാൻഡിൽ വിത്ത് അണിമ എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്, ത്രെഷോൾഡ് ബ്രേക്കൗട്ട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഏറ്റവും താഴത്തുനിന്നുള്ള ബ്രേക്കൗട്ട്, ത്രെഷോൾഡ് ബ്രേക്കൗട്ട് വിത്ത് പിവറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, ത്രെഷോൾഡ് ബ്രേക്കൗട്ട് വിത്ത് പുൾ ബാക്ക് പിവറ്റ് എന്ന് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇൻസൈഡ് ക്യാൻഡിൽ വിത്ത് എന്താ പറയണ്ടേ കോയിലിംഗ് എന്നൊരു വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. ധാരാളം കൺസെപ്ച്വൽ ഡിസൈൻസ് ഉണ്ട് നമ്മൾ പുൾ ബാക്ക് മനസ്സിലാക്കാനുണ്ട് വിത്ത് റെസ്പെക്ട് ടു വോളിയം. നമുക്ക് വേണ്ട 3 കാര്യം മിനിമം വോളറ്റിലിറ്റിയെ കാണാവുള്ളൂ: പ്രൈസ്, ക്യാൻഡിൽ, അതുപോലെ തന്നെ വോളിയം. നമ്മൾ വോളറ്റാലിറ്റിയെ മാസ്റ്റർ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രൈസും വോളിയം കുറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഹോൾ വോളറ്റാലിറ്റി കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ മാത്രമേ സ്റ്റോക്കിൽ തിരിച്ചുള്ള കയറ്റം സാധ്യമാകത്തുള്ളൂ. ആ കയറ്റം സാധ്യമാകുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും വോളറ്റാലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ, ഡൈവേർജൻസ് വന്നാൽ, തീർച്ചയായും ആ സ്റ്റോക്കിനെ ഞാൻ സാറിന് എടുക്കാറില്ലെന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്റ്റോക്ക് എന്താ പറയണ്ടേ, ശരിക്കും സിമ്പിൾ വോളിയം എന്ന് പറയുന്ന ഒരു നിതിൻ്റെയാണ് സിമ്പിൾ വോളിയം. എൻ്റെ പരിചയക്കാരനൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സിമ്പിൾ വോളിയം എന്ന കൺസെപ്റ്റ് ഫെൻറ്റാസ്റ്റിക് ആണ്. അത് ട്രേഡിംഗ് വ്യൂവിലുണ്ട്. ആ സിമ്പിൾ വോളിയത്തിൽ തന്നെ കുറേ സീക്രറ്റ്സ് ഉണ്ട് മനസ്സിലാക്കാനുണ്ട്. സിമ്പിൾ വോളിയത്തിൽ യൂബാർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അപ്പ് വോളിയം വേഴ്സസ് ഡൗൺ വോളിയം. ഫെൻറ്റാസ്റ്റിക് കൺസെപ്റ്റ്സ് ആണ്. ഈ കൺസെപ്റ്റിൽ നമുക്ക് ധാരാളം ഇൻപുട്സ് നമുക്ക് ലഭിക്കും. ഈ ഇൻപുട്സും കൂടെ നമ്മൾ ചേർത്ത് അസൈൻ ചെയ്തിട്ടാണ് നമ്മൾ പുൾ ബാക്കിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ബൈ വേണോ വേണ്ടത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ പുൾ ബാക്കിലെ ട്രെൻഡ് ലൈൻസ് വളരെ ക്രിട്ടിക്കലാണ്. ഈ ട്രെൻഡ് ലൈൻസിൽ എന്താ പറയുക, ഡെവലപ്പ് ചെയ്യുന്ന ചില പവർ സോൺസ് ഉണ്ട്. ശരിക്കും എന്താണ് പവർ സോൺ? പവർ സോൺ വെച്ചാൽ ഈ ട്രെൻഡ് ലൈനോടൊപ്പം തന്നെ ഒരു ഫിബിൻ്റെ സപ്പോർട്ട് വരാം, അല്ലെങ്കിൽ മൂവിങ് ആവറേജ് സപ്പോർട്ട് വരാം, അല്ല 4 hours സപ്പോർട്ട് വരാം, അല്ലെങ്കിൽ ഡെയിലി സപ്പോർട്ട് വരാം. 4 hours എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ട്രേഡിൽ ഫെൻറ്റാസ്റ്റിക് ടൈം ഫ്രെയിമാണ്. മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു ടൈം ഫ്രെയിം കൂടെയാണ്.
ഡെയിലി തരാൻ സാധിക്കാത്ത ക്ലാരിറ്റി പല കേസിലും 4 hours ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും. ഈ 4 hours തന്നെ അബ്സൊല്യൂട്ട് ക്യാൻഡിൽ വിത്ത് അണിമ ഡെവലപ്പ് ചെയ്യാം, അത് ഇൻസെറ്റ് ക്യാൻ ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെ പ്രഷർ പോയിന്റ്സിനെയാണ് കാണിക്കുന്നത്. വോളറ്റാലിറ്റി പോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, വി പോഡ് എന്ന് പറയുന്നത്. വി പോഡ് കൺസെപ്റ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ധാരാളം കാണാൻ പറ്റും. വി പോഡിൽ നിന്നാണ് സ്റ്റോക്ക് തകർപ്പനായിട്ട് കീറിപ്പോകുന്നത്. ശരിക്കും ഒരു ഹ്യൂജ് ബ്രേക്ക്ഔട്ട് താഴ്ത്തുനിന്ന് പല കേസിലും കൊടുക്കുന്നത് വോളറ്റാലിറ്റി പോഡ്സിൽ നിന്നാണ് ബ്രേക്ക്ഔട്ട്സ് കൊടുക്കുന്നത്. ഇങ്ങനെ ഈ കൺസെപ്റ്റുകളൊക്കെ ചേർന്നുള്ള ലെവലിൽ നിന്നാണ് ഞാൻ എൻ്റെ ബൈ എപ്പോഴും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാര്യം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏത് കേസിലും ലെസ് ദാൻ 2% ഉള്ളൂ. ഒരിക്കലും 5%, 6%, 7% ഞാൻ വെക്കാറില്ല. ഏത് കേസിലും ഓൾ ഡെസ്റ്റിനി ട്രേഡ്സ് എൻ്റെ എല്ലാ സ്റ്റോപ്പ് ലോസിലും ലെസ് ദാൻ 1% ആക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. മേ ബി 1%, മേ ബി 1.2%, പല കേസിൽ 0.7% വർക്ക് ചെയ്യാറുണ്ട്. കാര്യം ദാറ്റ് ഈസ് എ ബെസ്റ്റ് വേ ഓഫ് വർക്കിംഗ് ഇൻ വോളറ്റിലിറ്റി. ഏറ്റവും വോളറ്റിലിറ്റി കുറവുള്ള ആബ്സൊല്യൂട്ട് ആയിട്ടുള്ള ബെസ്റ്റ് പുൾ ബാക്ക്, ലീനിയർ പുൾ ബാക്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പുൾ ബാക്ക് വീക്ക്നെസ് വളരെ എന്താ പറയുക, സ്റ്റോക്കിൻ്റെ ക്യാൻഡിൽസ് വീക്ക് ആയിരിക്കും, വോളിയം വീക്ക് ആയിരിക്കും, ആൻഡ് ആ വോളറ്റിലിറ്റിക്ക് അത് ഒഴുകി സ്റ്റോക്ക് പോകുന്ന ലെവൽസാണ് ശരിക്കും. ഇതെല്ലാം കൂടെ അസസ് ചെയ്തിട്ടാണ് എൻ്റെ ബൈ എപ്പോഴും പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് സെയിം ഡേ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കും. സെയിം ഡേ ഒരുമാതിരിപ്പെട്ട എല്ലാ PPT കൂടെയും കടന്നു പോകും. വിത്തിൻ 1 or 2 days മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി വരുവാണെങ്കിൽ അതും കൂടെ നോക്കിയതിന് ശേഷം ഞാൻ സ്റ്റോക്കിനെ സെലക്ട് ചെയ്ത് ആ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് മാറിയിരിക്കും. ഇത് ബേസിക്കലി ആ റിസൾട്ട് സമയത്തുള്ള ഒരു 3 weeks 4 weeks ഹീറ്റഡ് ആയിട്ടുള്ള സമയമാണ് എന്നെ സംബന്ധിച്ച്. ടോട്ടലി ഹീറ്റഡ് ആണ്. കാര്യം ആ സീസണിൻ്റെ അവസാനമൊക്കെ എത്താൻ നേരത്ത് നമ്മളൊരു പ്രത്യേക മാനസികാവസ്ഥ എത്തിപ്പോകും. കാര്യം 12,000 സ്റ്റോക്കിലാണ് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് 3 weeks 4 weeks കടന്നു പോകുന്നത്. എങ്കിൽ മാത്രമേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടോപ്പ് 200 സ്റ്റോക്സ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞല്ലോ ടാഗ് ചെയ്യും. ടാഗിനെ നമ്മൾ എന്ത് ചെയ്യും, ടാഗ് ചെയ്ത സ്റ്റോക്കുകൾ നമ്മൾ സബ്സെക്ടർ ബേസിലേക്ക് നമ്മൾ മാറ്റും. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഈ സബ്സെക്ടർ ബേസിൽ മാറ്റിയാൽ മാത്രം പോരാ, നമ്മൾ അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ സബ്സെക്ടറിനെയും ചാർട്ട് എടുക്കണം. ചാർട്ട് എടുത്തിട്ട് എവിടെയാണ് ശരിക്കും സ്മാർട്ട് മണി സ്റ്റേ ചെയ്യുന്നത് മനസ്സിലാക്കണം. ഒരിക്കലും ഇന്ത്യയിൽ 81 സബ്സെക്ടർ ഉണ്ട്. 81 സബ്സെക്ടറിൽ ഒരിക്കലും സ്മാർട്ട് മണി സ്റ്റേ ചെയ്യത്തില്ല. സ്മാർട്ട് മണി സ്റ്റേ ചെയ്യുന്ന ഏകദേശം ഒരു 5 to 8 സബ്സെക്ടറേ ഉള്ളൂ ശരിക്കും. ഈ 5 to 8 സബ്സെക്ടറിനെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും സബ്സെക്ടറിൽ നിങ്ങൾ ഇതുപോലെ എടുത്ത സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്താൽ മാത്രം യു ക്യാൻ മേക്ക് ഫെൻറ്റാസ്റ്റിക് ട്രേഡ്സ്, ഒരു സംശയം വേണ്ട. പക്ഷേ ഈ രീതിയിലുള്ള എഫർട്ട് അത്യാവശ്യമാണ്. എഫർട്ട് എടുത്താൽ മാത്രമേ ഈ ഫീൽഡിൽ ഈ ബിസിനസ്സിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ മാത്രമേ ഫീൽഡിൽ നിൽക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഏറ്റവും വലിയ സത്യമാണ് ശരിക്കും. ആ സത്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതൊരു വണ്ടർഫുൾ ബിസിനസ്സായിട്ട് താങ്കൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും താങ്കൾക്ക് മനസ്സിലാക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. താങ്കളുടെ സൈഡിൽ നിന്നൊരു ട്രൈ സ്റ്റാർട്ട് ചെയ്യുക. എവിടെയെങ്കിലും സ്റ്റക്കപ്പ് ആയാൽ prosip23@gmail.com മെയിൽ അയയ്ക്കുക. തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം. പക്ഷേ താങ്കളുടെ സൈഡിൽ നിന്നുള്ള എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം താങ്കൾ എനിക്ക് മെയിൽ ചെയ്യുക. എവിടെയെങ്കിലും സ്റ്റക്കപ്പ് ആക്കിയാൽ എനിക്ക് മെയിൽ ചെയ്യുക. തീർച്ചയായും സ്റ്റോക്ക് സെലക്ഷനെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ താങ്കളെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനായിരിക്കും. ഞാൻ ഇത്തവണ എടുത്ത സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കൂ. സ്റ്റോക്കുകളെ ഞാൻ എന്താ പറയുക വളരെ സ്പീഡിലാണ് ഓടിച്ചു വിട്ടിരിക്കുന്ന കാര്യം. റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു പാർട്ടിനോടൊട്ടും താല്പര്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ജസ്റ്റ് ഒരു 30 seconds വീഡിയോ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ താങ്കൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ആ സെലക്ഷൻ പ്രോസസ്സ് പോയിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ താങ്കൾക്ക് കിട്ടാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇത്തവണത്തെ എൻ്റെ ഫോക്കസ് ലിസ്റ്റാണ്. ഡിഫറെൻറ്റ് ടാഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളറുണ്ട്, പർപ്പിൾ കളറുണ്ട്, ആൻഡ് ഇതെല്ലാം കൊടുത്തിട്ട് ഡിഫറെൻറ്റ് സബ്സിഡീസിലാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള 8-9 സബ്സിഡീസിലെ സ്റ്റോക്കിനെ മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സംതിങ് അറൗണ്ട് 200 സ്റ്റോക്സിനെ മാത്രമേ ഞാൻ ഈ ക്വാർട്ടറിൽ ഫോളോ ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ഒരു എന്താ പറയണ്ടേ അടുത്ത ആഴ്ച നമ്മുടെ അടുത്ത ക്ലാസ്സിനെ കുറിച്ച് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെഷനുകൾ കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ചൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. കാര്യം വല്ലാത്ത വർക്ക്ലോഡ് കൂടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സെഷൻ മേ ബി ഒരു 6 to 8 months കഴിഞ്ഞേ കാണത്തുള്ളൂ എന്ന കാര്യം എടുത്തു പറയുന്നു. ആർക്കെങ്കിലും കയറാൻ താല്പര്യമുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.